السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ സലഫുകളിൽപ്പെട്ട ഒരു മുൻഗാമിയുടെ വാചകം അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കാണാം. ഇന്നല്ലാഹ ജഅല ഖുവ്വത്തൽ മുഅ്മിനി ഫീ ഖൽബിഹി വലം യജ്അൽഹാ ഫീ അഅ്ലാഹിഹി. ആ മുൻഗാമികളിൽപ്പെട്ട ആ വ്യക്തി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു മുഅ്മിനിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ ഖുവ്വത്ത്, ശക്തി അതാക്കിയിട്ടുള്ളത് ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലാണ്. വലം യജ്അൽഹാ ഫീ അഅ്ലാഹിഹി, അവൻ്റെ അവയവങ്ങളിലല്ല അവൻ്റെ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയാണ്, അലാ തറൗൻ, നിങ്ങൾ കാണുന്നില്ലേ, അന്ന ഷേഖ യകൂനു ദഈഫൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾ വളരെ ദുർബലനായിരിക്കും. പക്ഷേ യസൂമുൽ ഹവാജിർ വയഖൂമുൽ ലൈൽ, അയാൾ വളരെ ചൂടേറിയ ദിവസത്തിലും അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയഖൂമുൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അയാൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. വശാബു യഅ്ജിസു അൻ ദാലിക്, എന്നാൽ വളരെ യുവാവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രാവിലെകളിൽ നോമ്പനുഷ്ഠിക്കാനോ അതുപോലെ തന്നെ അതിൻ്റെ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കാനോ സാധിക്കുന്നില്ല. അവനെല്ലാം അതിൽ നിന്നെല്ലാം അശക്തനാണ് എന്നും നിങ്ങൾ കാണുന്നില്ല എന്ന് അദ്ദേഹം ഒരു ഉദാഹരണം എന്നോണം നമുക്ക് വിശദീകരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥമായ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും അവൻ നല്ല ശക്തിയുള്ള ആളാണ്, പവറുള്ള ആളാണ്, അതല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളാണ് എന്നൊന്നുമല്ല. നേരെ മറിച്ചിട്ട് എത്രത്തോളം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം അല്ലാഹുവുമായിട്ട് ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട്, തൻ്റെ ഇടപാടുകളിൽ അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ എത്രത്തോളം അയാൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഹൃദയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവൻ്റെ ശക്തിയെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് മുൻഗാമികളിൽപ്പെട്ട ഒരു സലഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളും പരിശോധിച്ച് നോക്കുക, നമ്മൾ ശക്തവാനാണോ അതല്ല ദുർബലനാണോ? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ മുമ്പിൽ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്രത്തോളം വിനയാന്വിതരായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്താനെ പരസ്യമായിക്കൊണ്ട് നമ്മൾ ധിക്കരിക്കുകയും അതോടൊപ്പം തന്നെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ശൈത്താനെ അംഗീകരിക്കുകയും അവനെ ഇഷ്ടപ്പെടുകയും അവന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.